ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി T20 മുൻഗണനകളെയും ലീഡർഷിപ്പ് ഗ്രൂപ്പിനെയും അടിമുടി മാറ്റിയെഴുതുന്ന ഒന്നാണ് അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കും ഏഷ്യൻ ഗെയിംസിനുമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ T20 ടീം. കായിക ലോകത്തെയും ആരാധകരെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് നിലവിലെ നായകൻ സൂര്യകുമാർ യാദവിനെ മാറ്റി പകരം ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായി നിയമിച്ച സെലക്ടർമാരുടെ തീരുമാനം വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗൗതം ഗംഭീർ എന്ന പുതിയ പരിശീലകന്റെ തന്ത്രങ്ങൾക്ക് കീഴിൽ സഞ്ജു ഇന്ത്യയെ നയിക്കുമെന്ന ശക്തമായ റിപ്പോർട്ടുകൾ നിലനിൽക്കെ സെലക്ടർമാർ ശ്രേയസ് അയ്യരെ തിരഞ്ഞെടുത്തത് വലിയ ഭിന്നഭിപ്രായങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ഒരു വലിയ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ടും വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്കായി ഒരു പുതിയ ബെഞ്ച് സ്ട്രെങ്ത് വാർത്തെടുക്കാനുമാണ് സെലക്ടർമാർ ഈ പ്രഖ്യാപനത്തിലൂടെ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരകൾക്കൊപ്പം ഏഷ്യൻ ഗെയിംസ് പോലുള്ള വലിയൊരു വേദിക്കായുള്ള സംയുക്ത ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ടീമിൽ സഞ്ജുവും ഇഷാൻ കിഷനും തങ്ങളുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സ്ഥാനം നിലനിർത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഓപ്പണർ ഗില്ലിനും മധ്യനിര താരം രജത് പട്ടിദാറിനും ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനേക്കാളൊക്കെ ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ചത് സൂര്യകുമാർ യാദവിന് പകരം ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി ക്യാപ്പ് അണിഞ്ഞതാണ്. സഞ്ജു നായകനാകുമെന്ന പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് സെലക്ടർമാർ മുന്നോട്ട് വെച്ച പ്രധാന ന്യായം സഞ്ജുവിന്റെ ബാറ്റിംഗിലെ സ്ഥിരത കുറവാണ്. എന്നാൽ ഒരു നായകൻ എന്ന നിലയിലും നിലവിലെ മികച്ച T20 കളിക്കാരൻ എന്ന നിലയിലും സഞ്ജു ഈ സ്ഥാനം ഏറെ അർഹിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന നിരവധി കാരണങ്ങളുമുണ്ട്. ഒരു അന്താരാഷ്ട്ര ടീമിന്റെ നായകനാകാൻ കേവലം ബാറ്റിംഗ് മികവ് മാത്രം പോരാ, മറിച്ച് ഫോർമാറ്റിന് അനുയോജ്യമായ കളിശൈലിയും സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും അനിവാര്യമാണ്. ഈ കാര്യങ്ങളിൽ സഞ്ജു മറ്റാരെക്കാളും മുന്നിലായിരുന്നു. മുൻകാലങ്ങളിൽ സഞ്ജുവിനെതിരെ ഉയർന്നിരുന്ന പ്രധാന ആക്ഷേപം ടീമിൽ സ്ഥാനം സ്ഥിരപ്പെടുത്താൻ ആവശ്യമായ വലിയ ഇന്നിംഗ്സുകൾ കളിക്കുന്നില്ല എന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി സഞ്ജു ഈ പോരായ്മയെ പൂർണ്ണമായും പരിഹരിച്ചു. ഇന്ത്യ ടീമിന്റെ ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു മാറിയത് കരിയറിലെ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഇന്ത്യ T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയപ്പോൾ സഞ്ജു നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. ടൂർണമെന്റിൽ തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികൾ അടിച്ചുകൂട്ടിയ സഞ്ജുവിന്റെ പ്രകടനം ലോകോത്തര ബൗളർമാരുടെ ലൈനും ലെങ്ത്തും തകർക്കുന്നതായിരുന്നു. നിർണായക മത്സരങ്ങളിൽ പവർ പ്ലേ ഓവറുകളിൽ പരമാവധി പ്രയോജനപ്പെടുത്തി ടീമിന് സ്ഫോടനാത്മകമായി തുടക്കം നൽകാൻ സഞ്ജുവിന് കഴിഞ്ഞു. ശ്രേയസ് അയ്യർക്ക് IPL ഡൽഹി ക്യാപിറ്റൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നയിച്ച പരിചയം ഉണ്ടെങ്കിലും രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്ന നിലയിൽ സഞ്ജു കൈവരിച്ച വളർച്ച സവിശേഷമാണ്. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ബൗളിംഗ് നിരയും യുവ ബാറ്റിംഗ് നിരയും തന്ത്രപരമായി നയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. സമ്മർദ്ദ നിമിഷങ്ങളിൽ ശാന്തനായിരുന്ന തീരുമാനമെടുക്കാനുള്ള സഞ്ജുവിന്റെ കഴിവിനെ ഇതിഹാസ താരങ്ങൾ പോലും പുകഴ്ത്തിയിട്ടുള്ളതാണ്. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. ക്രിക്കറ്റ് പോലുള്ള ഒരു ടീം ഗെയിമിൽ മൈതാനത്തെ തന്ത്രങ്ങളോളം തന്നെ പ്രധാനമാണ് ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം. സൂര്യകുമാർ യാദവ് ഇന്ത്യയെ നയിച്ചപ്പോൾ ടീമിൽ കൊണ്ടുവന്ന ഒരു പ്രധാന മാറ്റം കളിക്കാർക്ക് നൽകിയ കളി സ്വാതന്ത്ര്യവും മികച്ച സൗഹൃദ അന്തരീക്ഷവുമായിരുന്നു. സൂര്യകുമാറിനെ പോലെ തന്നെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഏത് യുവതാരത്തിനും എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്ന ഒരു നായകനാണ് സഞ്ജു. സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ എല്ലാവരുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന സഞ്ജുവിന് കീഴിൽ കളിക്കുമ്പോൾ കളിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുമായിരുന്നു. പരാജയപ്പെടുമെന്ന ഭയമില്ലാതെ സ്വതന്ത്രമായി അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കാൻ യുവ കളിക്കാരെ പ്രേരിപ്പിക്കുന്നതിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ശൈലി വലിയ പങ്ക് വഹിക്കുമായിരുന്നു. മറുവശത്ത് പരിക്കുകളും ഫോമില്ലായ്മയും കാരണം ദീർഘകാലം ഇന്ത്യൻ T20 ടീമിന് പുറത്തിരുന്ന ശേഷമാണ് ശ്രേയസ് അയ്യർ നേരെ നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. ഒരു ടീമിൽ നിന്ന് മാറി നിന്ന ശേഷം പെട്ടെന്ന് തിരിച്ചെത്തി ആ ടീമിനെ നയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിലവിലെ ഇന്ത്യൻ T20 ടീമിന്റെ ഘടനയും യുവതാരങ്ങളുടെ ചിന്താഗതികളും മനസ്സിലാക്കി അവരുമായി പൊരുത്തപ്പെടാൻ ശ്രേയസിന് കുറച്ച് സമയം വേണ്ടി വന്നേക്കാം. ഈ പരിവർത്തന കാലയളവ് അയർലൻഡ് ഇംഗ്ലണ്ട് പോലുള്ള പ്രധാന പര്യടനങ്ങളിൽ ടീമിന്റെ പ്രകടനത്തെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ സഞ്ജുവായിരുന്നു നായകനെങ്കിൽ അദ്ദേഹം ഇതിനോടകം തന്നെ ഈ ടീമിന്റെ ഭാഗമായതിനാൽ ഇത്തരം ഒരു പ്രശ്നമേ ഉദിക്കുമായിരുന്നില്ല. ആധുനിക ക്രിക്കറ്റിൽ ക്യാപ്റ്റനും കോച്ചും തമ്മിലുള്ള പൊരുത്തം ടീമിന്റെ വിജയത്തിൽ 50% പങ്കുവഹിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ രാഹുൽ ദ്രാവിഡ് സഖ്യം ഇതിന് മികച്ചൊരു ഉദാഹരണമാണ്. ഇന്ത്യയുടെ പുതിയ കോച്ചായ ഗൗതം ഗംഭീറിന്റെ കളിശൈലിയും തന്ത്രങ്ങളും മൈതാനത്ത് നടപ്പിലാക്കാൻ അദ്ദേഹവുമായി പൂർണ്ണമായി ഒത്തുപോകുന്ന ഒരു നായകൻ ആവശ്യമാണ്. സഞ്ജു എന്ന ക്രിക്കറ്ററെ മാനസികമായും സാങ്കേതികമായും ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തുന്നതിൽ ഗൗതം ഗംഭീർ വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ കരിയറിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗംഭീർ നൽകിയ പിന്തുണ പരസ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള പരസ്പര ബഹുമാനവും മികച്ച ആശയവിനിമയവും ഇന്ത്യൻ ടീമിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് വലിയ കരുത്താകുമായിരുന്നു. എന്നാൽ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ശ്രേയസ് അയ്യരും ഗൗതം ഗംഭീറും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. കളിശൈലിയിലും തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിലും ഇരുവർക്കുമുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ടീമിനുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്ക കായിക നിരീക്ഷകർ പങ്കുവെക്കുന്നുമുണ്ട്. കോച്ചിന്റെ പ്ലാനുകളോട് പൂർണ്ണമായും പൊരുത്തപ്പെടാൻ ക്യാപ്റ്റന് സാധിക്കാതെ വന്നാൽ അത് വലിയ തിരിച്ചടിയായി മാറും. സഞ്ജുവിനെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കാൻ സെലക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച പ്രധാന കാരണം സ്ഥിരതയില്ലായ്മയാണ്. മുൻകാല
മുൻകാലങ്ങളിൽ ചില പരമ്പരകളിൽ മികച്ച പ്രകടനം നടത്തിയ ശേഷം തൊട്ടടുത്ത മത്സരങ്ങളിൽ സഞ്ജു പെട്ടെന്ന് പുറത്താകുന്ന പ്രവണത ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ T20 ക്രിക്കറ്റിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആങ്കർ റോൾ കളിക്കുന്നവരെക്കാൾ ടീമിന് ആവശ്യം കുറഞ്ഞ പന്തുകളിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കളിക്കാരെയാണ്. സഞ്ജു തന്റെ കളിശൈലി മാറ്റിയത് തന്നെ ടീമിന്റെ റൺ റേറ്റ് ഉയർത്താനാണ്. ഈ പ്രക്രിയയിൽ ചിലപ്പോൾ നേരത്തെ പുറത്താകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനെ സ്ഥിരതക്കുറവായി കാണുന്നത് ആധുനിക T20 ക്രിക്കറ്റിന്റെ തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണ്. T20 ക്രിക്കറ്റിൽ സഞ്ജു നടത്തിയ പ്രകടനം മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിലെ സ്ഥിരതയും ക്ലാസിനെയും അളക്കാൻ. എന്നിട്ടും സെലക്ടർമാർ പരമ്പരാഗത ശൈലി പിന്തുടർന്ന് ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചത് സഞ്ജുവിനോട് ചെയ്ത അനീതിയാണെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്.